ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് കേരളത്തിൽ പിണറായി സർക്കാരിൻ്റെ ആദ്യകാലത്ത് തന്നെ യാഥാർത്ഥ്യമാകേണ്ടതായിരുന്നു. പക്ഷേ അത് പുറംകൈ കൊണ്ട് തട്ടിത്തെറിപ്പിച്ചു. ഇന്നിതാ ജനവും അതേ പിണറായി ഭരണത്തെ പ്രതിപക്ഷത്തു നിന്നുപോലും അവിടെ പോലും ഇരിക്കാൻ സാധിക്കാത്ത വണ്ണം തട്ടി തെറിപ്പിച്ചു വിട്ടു. CPM-ന് കടുത്ത തലവേദനയാകുന്ന ഒരു യുവ നേതാവുണ്ട് ഇപ്പോൾ കേരളത്തിൽ. അത് കോൺഗ്രസിലല്ല, BJP സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് ഷോൺ ജോർജ്. പിണറായി വിജയൻ്റെയും കുടുംബത്തിൻ്റെയും മനസ്സമാധാനം കെടുത്തിക്കൊണ്ടിരിക്കുകയാണ് കക്ഷി. അല്ലാതെ പിന്നെ ഈ SFI-യുമായി അങ്ങനൊരു സാമ്പത്തിക തട്ടിപ്പ് അന്വേഷിക്കുന്ന കേന്ദ്ര ഏജൻസി ഉണ്ടെന്നും അവിടെ തന്നെ ഷോൺ പരാതിയുമായി ചെന്ന് കയറുമെന്നും ആരും പ്രതീക്ഷിച്ചില്ല. അത് സംഭവിച്ചു. മകൾ വീണ വിജയൻ ഇപ്പോഴിതാ ഒറ്റയ്ക്ക് ED ഓഫീസ് കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പാലയിൽ നിന്നും ലോക്സഭയിലേക്ക് മത്സരിച്ച് ഷോണാകട്ടെ അവിടെ കനത്ത ഓളമുണ്ടാക്കിയിരുന്നു. ഇപ്പോൾ ഷോൺ ജോർജ് കയറി പിടിച്ചിരിക്കുന്നത് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് കോട്ടയത്തിന് തരണമെന്ന് ആവശ്യമുന്നയിച്ചുകൊണ്ടാണ്. നരേന്ദ്രമോദി സർക്കാരിൻ്റെ 12 വർഷത്തെ വികസന യാത്രയുടെ ഭാഗമായി BJP കോട്ടയം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച വികസന സദസ്സിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും പങ്കെടുത്തിരുന്നു. അവിടെയാണ് ഷോണിൻ്റെ ഈ ആവശ്യം. കോട്ടയം ജില്ലയിലെ വെല്ലൂരിൽ ന്യൂസ് പ്രിന്റ് ഫാക്ടറി പ്രവർത്തനം അവസാനിപ്പിച്ച ശേഷം ലഭ്യമായ ഏതാണ്ട് 600 ഏക്കർ സ്ഥലത്ത് എയിംസ് സ്ഥാപിക്കണമെന്ന ആവശ്യം. അത് ചോദിച്ചത് ഷോൺ ആയതുകൊണ്ട് സുരേഷ് ഗോപി അത് കേട്ട് മനസ്സമാധാനമായി അവിടെ ഇരിക്കാനുമായില്ല. ഇനിയുള്ള ദൃശ്യങ്ങൾ നിങ്ങൾ ഒന്ന് കണ്ടു നോക്കൂ. കേന്ദ്ര സർക്കാരിന്റെ കുറ്റം പറയുന്ന ഒരു സംസ്ഥാന സർക്കാർ അതിവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്, ഇവിടെ രാഷ്ട്രീയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ്. ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എയിംസ് ആണ്. പ്രത്യേകിച്ച് പ്രിയങ്കരനായ കേന്ദ്രമന്ത്രി സുരേഷനോട് ഇരിക്കുമ്പോൾ അത് പറയാതിരിക്കാൻ കഴിയില്ല. അദ്ദേഹത്തിന്റെ പേരും എയിംസും തമ്മിൽ ഭയങ്കര ചേർച്ചയാണ്. കാരണം തൃശ്ശൂരിന് വേണമെങ്കിൽ ഞങ്ങൾക്ക് കോട്ടയത്തിന് തന്നാലും കുഴപ്പമില്ല. ഞങ്ങൾക്ക് ഇവിടെ വെല്ലൂര് ഒരു 600 ഏക്കർ സ്ഥലം ചുമ്മാ കിടക്കണം. വാട്ടർ മെട്രോയ്ക്ക് അവൈലബിലിറ്റി ഉണ്ട്, ട്രെയിനിന് ആക്സസിബിലിറ്റി ഉണ്ട്, ഫ്ലൈറ്റിന് എയർപോർട്ട് ആക്സസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് ഒരു 600 ഏക്കർ സ്ഥലം ഇവിടെ കിടപ്പുണ്ട്. ജേർണലിസ്റ്റുകൾ എനിക്കറിയാം. എന്തായാലും സംബന്ധിച്ച് ഒരു ചർച്ച തുടങ്ങി വയ്ക്കാൻ നമുക്ക് ആർക്കും അവകാശം. ഒരു കേന്ദ്ര പദ്ധതി എന്ന നിലയ്ക്ക് എയിംസ് എന്ന് പറയുന്നത് 2015-16 പ്രഖ്യാപിച്ചു വേണം. ഓരോ വർഷവും ബഡ്ജറ്റിൽ ഇന്ന് സംസ്ഥാനത്തിന് എയിംസ് എന്ന് പറഞ്ഞൊരു പ്രഖ്യാപനം മാത്രമേ ഇനി വരാൻ സാധ്യതയുള്ളൂ. പക്ഷെ അതിനുവേണ്ടി ആ വകുപ്പ് അവിടെ കാത്തിരിക്കുന്നത് ചില മാനദണ്ഡങ്ങൾ. ഞങ്ങൾ പലയിടത്തും പറഞ്ഞിട്ട് ഇത് എന്താണ് ദുർവ്യാഖ്യാനം ചെയ്തൊക്കെ പുറത്തു വന്നിട്ട് ആൾക്കാർക്ക് ഇപ്പോഴും ജനങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. പക്ഷെ അത് നമുക്കൊരു ചർച്ച വെച്ചൊന്നും അത് തീർക്കാനുള്ള ഒരു അധികാരം നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ 2016 ഏപ്രിൽ 29 രാജ്യസഭ. അതിനു മുമ്പ് ഇങ്ങനെ നിലവിലുള്ള 3-4 എയിംസിൽ നിന്ന് മാറി എല്ലാ സംസ്ഥാനത്തിനും UTക്കും എയിംസ് നൽകാൻ ഒരു സ്കീമെന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ കേരളത്തിന് അത് തരുമ്പോൾ ആലപ്പുഴയിൽ തരണമെന്ന് ഒരു നിലപാട് സ്വീകരിച്ചത് സബ്കാ സാത്ത്. അങ്ങനെ സുരേഷ് ഗോപി എഴുന്നേറ്റ് വന്ന് തൻ്റെ പതിവ് നർമ്മശൈലിയിൽ അത് തൃശ്ശൂർ തന്നെയാണ് വേണ്ടത് എന്ന് പറയുകയും ചെയ്തു. തൃശ്ശൂരിൻ്റെ ഭൗമശാസ്ത്രപരമായ പ്രത്യേകതകളും സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർക്ക് ഏതാണ്ട് ഏകദേശ സമദൂരത്തിൽ അവിടേക്ക് എത്തിച്ചേരാനാകുന്ന കേന്ദ്രസ്ഥാനമെന്ന ഒരു പ്രത്യേകതയുമൊക്കെയാണ് സുരേഷ് ഗോപി വിശദീകരിച്ചത്. അപ്പോഴാണ് ഷോണിന് മനസ്സിലായത് കോട്ടയത്ത് എയിംസ് വരണമെങ്കിൽ ഇനി തങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന്. അത് ഷോൺ വ്യക്തമായി തുറന്നു പറയുകയും ചെയ്തു. കോട്ടയത്ത് നിന്നും ഒരു MP ഉണ്ടാക്കാമെന്ന് ഞങ്ങൾ നോക്കട്ടെ. അച്യുതാനന്ദൻ സഖാവിന്റെ ശിക്ഷയുടെ കൂടാണ്